വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്താ പറയുക, കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വ്ളോഗ് എടുക്കണത്. അതായത് എടുത്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്, പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്ത് ഞാൻ ഇട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനെല്ലാം അങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കും, സമയം കിട്ടാറില്ല. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് നമ്മൾ കൊടൈക്കനാൽ പോവാണ് ഫ്രണ്ട്സായിട്ട്. അജയുടെ പഴയ ഓഫീസിലെ ഫ്രണ്ട്സാണ്. അവരായിട്ട് ഭയങ്കര അവർ നല്ല ക്ലോസാണ് ഫ്രണ്ട്സ്. വിഷ്ണു, വാണി, പിന്നെ അഖിലും വൈഫും. പ്രശാന്തും സപ്തയ്ക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ 3:30 AM കഴിഞ്ഞു. അപ്പോൾ വിഷ്ണുവും വാണി ഇപ്പോൾ വരും, 10 മിനിറ്റ്സിൽ വരും. കഴിഞ്ഞിട്ട് അവരെ കൂടെ പോവും. പിന്നെ അഖിലും വൈഫും വരും. അങ്ങനെ ഒരുമിച്ച് കാറിൽ വരും. റോഡ് ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് അതെ അജയ്. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കൊടൈക്കനാൽ ഇപ്പോൾ നല്ല തണുപ്പാണെന്നാണ് പറയണത്. അപ്പം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താ പനി വരുമെന്നൊന്നും അറിയില്ല. കാരണം ഓൾറെഡി ഒരു സുഖം ഉണ്ടായിരുന്നില്ല. വാണിക്കും അത് വയ്യാതിരിക്കുകയായിരുന്നു. നമ്മൾ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ട്രിപ്പ്. പിന്നെ അവൾ ഓക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ പോയിട്ടുള്ള ക്ലിപ്സൊക്കെ നല്ലത് കിട്ടുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു ട്രാവൽ വ്ളോഗ് പോലെ ചെയ്യാം, എന്നിട്ട് കാണിച്ചു തരാം. കഴിഞ്ഞ എന്താ പറയുക, ഊട്ടിയിലത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇയർ. ഇവരുടെ കൂടെ ആയിരുന്നു ഈ ഗ്യാങ്, സെയിം ഗ്യാങ്. അപ്പോൾ നമ്മൾ എന്താ പറയുക 1 ഇയറിന് ശേഷമാണ് സെയിം ഗ്യാങ് ആയിട്ട് ഇപ്പോൾ എന്താ പറയുക ട്രിപ്പ് പോകുന്നത്. ലാസ്റ്റ് എന്ന് പോയത് ഒക്ടോബറിലാണെന്ന് തോന്നുന്നുണ്ട്, ഊട്ടിക്ക് പോയത് ഇവരെ കൂടെ. അപ്പോൾ നമ്മളെല്ലാ കൊല്ലവും 1 ടൈമെങ്കിലും ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. 3-4 ഡേയ്സ് ട്രിപ്പാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ്, ബാൽക്കണി വ്യൂ. അങ്ങനെ നമ്മൾ താഴെ വന്നു. അപ്പോഴേക്കും വിഷ്ണു ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വിഷ്ണു വാണി എത്തി. അങ്ങനെ നമ്മൾ ഒരുമിച്ച് സെയിം കാറിലാണ് പോകണട്ടെ. ഈ ഒരു കാറിൽ ഇനി നമ്മളെല്ലാവരും കൂടി പോകണത്. ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങുന്ന അടുത്ത ആവശ്യം ഞാൻ നേരത്തെ 3:30 അങ്ങനെ റെഡിയായി. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് അഖിലും വൈഫും അവർ ഓൾറെഡി എത്തിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളെ. ഇതാണ് അഖിലിൻ്റെ കാറ്. അപ്പം നമ്മൾ വിഷ്ണു വരാൻ ലേറ്റായി, അതാണ് കുറച്ച് വൈകിയത്. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഈ പോണ വഴിയുണ്ടല്ലോ തമിഴ്നാട്ടിൽ, ഈ ഏരിയ ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ എന്താ പറയുക, ഊട്ടിക്ക് പോകുമ്പോൾ അതായത് ഇതേപോലത്തെ വ്യൂ, നല്ല ഹിൽ സ്റ്റേഷൻ, ഫുള്ള് മലകളും ഇതൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ. അതെന്നെ എനിക്ക് വീഡിയോ എടുത്ത് തീരില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തുകൊണ്ടേയിരിക്കും. അവർ പറയും എന്നിട്ട് നിർത്ത്, മതി. പക്ഷെ ഞാൻ എടുത്തുകൊണ്ടിരിക്കും. അടിപൊളി വ്യൂവാണ്. അങ്ങനെ വിയാൻകുട്ടിക്ക് എന്തോ വയറിന് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് KP നമ്മുടെ കൃഷ്ണപ്രിയ അഖിലിൻ്റെ വൈഫും മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിപ്പിക്കാനുള്ള നോക്കായിരുന്നു വാണി. പക്ഷെ അവൻ തീരെ കഴിക്കണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്താ പറയുക, വ്യൂ എൻജോയ് ചെയ്ത് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു കേട്ടോ. ഫ്രണ്ടിലിരുന്നിട്ട് നമ്മുടെ അജയും കുറച്ച് എനിക്ക് റീൽസിനൊക്കെ വേണ്ടിയിട്ടും യൂട്യൂബിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് A2Bയിലെത്തി. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ എന്താ പറയുക, കാറ് നിർത്തി നമ്മൾ ഇടയ്ക്ക് നടക്കണം A2B ഹോട്ടലിലേക്ക്, വെജ് റെസ്റ്റോറൻറ്റ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഫുള്ള് ഹോട്ടൽ മൊത്തം ആൾക്കാരായിരുന്നു. കുറച്ചൊരു 5 മിനിറ്റ്സ് നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും പിന്നെ സീറ്റ് കിട്ടി. അങ്ങനെ എന്താ പറയുക, ഞാനെന്താ ഓർഡർ ചെയ്തത്, മസാല ദോശ. ഞാൻ മിക്കപ്പോഴും എല്ലാ മോർണിംഗ് പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് മസാല ദോശ അവിടുത്തെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ ഇവിടുത്തെ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടേക്ക് ഈ A2Bയിലത്തെ കഴിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വാണിക്ക് എന്താ തല കറങ്ങണോ വോമിറ്റ് ചെയ്യാൻ വരണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നിർത്തി. അഖിലും വന്നു, അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മൾ കൊടൈക്കനാൽ എത്താറായപ്പോൾ അവിടെ എത്താറായപ്പോഴേക്കും ഒരു വെള്ളച്ചാട്ടം കണ്ടു കിട്ടാം. ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു വാട്ടർ. അത് കഴിഞ്ഞ് നമ്മൾ സിറ്റി എന്താ പറയുക കൊടൈക്കനാൽ ടൗണിലെത്തി. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് 2 ദിവസം നമ്മൾ ഈ സ്റ്റേ എന്താ പറയുക, ഒരു വുഡ് കൊണ്ടൊക്കെ ഉള്ളിലൊക്കെ ഫുള്ള് വുഡ്, പിന്നെ ഇതേപോലത്തെ ഒരു സ്റ്റോണൊക്കെ ആയിട്ട് പ്രത്യേകതരം ഒരു സെറ്റപ്പിലുള്ളൊരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ.
3 റൂമൊക്കെ ആയിട്ട്. ഒരു റൂം ഭയങ്കര വലുതായിരുന്നു, പിന്നെ 2 ഒരു മീഡിയം, പിന്നെ കുറച്ചൊരു 2 മീഡിയം സൈസ് റൂമായിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഹോം ടൂർ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു നല്ല രസമുണ്ടല്ലോ, കുറേ ഫ്രെയിംസ് ഇതൊക്കെ വെച്ചിട്ട്, പിന്നെ ഫുള്ള് വുഡൻ സെറ്റപ്പ്, എന്താ പറയുക, സീലിങ്ങും വരെ ഫുള്ള് വുഡൻ. പിന്നെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം പോലത്തെ ഒരു വലിയൊരു ബെഡ്റൂമും ഇതൊക്കെ ആയിട്ട്. അവിടെ എത്തിയപ്പോൾ നല്ല അത്യാവശ്യം ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയ, അത്യാവശ്യം തണവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രാത്രിയായും നമ്മളാണ് ഭയങ്കര എന്താ പറയുക, തണവ് നല്ല ഹൈ കോൾഡിലേക്ക് എത്തിയത്. നല്ല തണവുണ്ടായിരുന്നു വരാ. അപ്പോൾ ഈ റെസ്റ്റോറൻ്റ് ഒരു കാശ്മീരി ലുക്കില്ലേ ഇരിക്കുന്ന സെറ്റപ്പ്, ഇതൊക്കെ ഒരു കാശ്മീരി ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് നമ്മൾ എത്തിയപ്പോൾ ലഞ്ച് നല്ല അടിപൊളി ഫുഡായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടില്ലേ മൂടൽ മഞ്ഞ്, ഫുള്ള് മഞ്ഞ് ഇപ്പം തന്നെ വന്ന്. നമ്മൾ ഫുഡ് കഴിക്കാൻ ലഞ്ച് കഴിക്കാൻ നോക്കിയപ്പോൾ 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, 3 മണി 4 മണി. അങ്ങനെ നൈറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പ്. മഴ ചെറുതായിട്ട് തൂളുന്നുണ്ട്, നല്ല തണുപ്പ്. സോക്സൊക്കെ ഇട്ട് ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. നൈറ്റ് നല്ല രസമുണ്ട്. ഈ റിസോർട്ട് അടിപൊളിയാണ്, നല്ല രസമുണ്ട്. വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നൈറ്റ് വ്യൂ. മുകളിൽ വേറെ ആൾക്കാർ താമസിക്കണം. നമ്മൾ ആക്ച്വലി ഈ ദിവസം നമ്മൾ എത്തിയപ്പോൾ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം എല്ലാവരും വണ്ടി ഓടിച്ച് ടയേർഡായിരുന്നു. പിന്നെ 2-3 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ ഫുൾ റെസ്റ്റ് ആയിരുന്നു, വേറെ എവിടെയും പോയില്ല. ഡേ 1 നൈറ്റ് വ്യൂ ആണ് നമ്മുടെ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു, പക്ഷെ ഫിൽറ്ററായി കാരണം കാണുന്നില്ല. പക്ഷെ ഇതിൻ്റെ എന്താ പറയുക, ഇൻറ്റീരിയറും ഈ സംഭവങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ല രസം കാണാം. ഇങ്ങനെ മരത്തിൻ്റെ ഫുൾ ഇൻറ്റീരിയർ പുറത്തേക്കും കത്തിക്കുന്നത്. പുറത്തുണ്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ നമ്മള് വിറക് അന്വേഷിച്ച് രാത്രി താഴേക്ക് പോവാണ്. താഴേക്ക് വിറക് അന്വേഷിച്ച് ഉള്ള വിറക് മൊത്തം കഴിഞ്ഞ് ഇനി കത്തിക്കാൻ കുറച്ച് വിറക് താഴെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടെ അജയും വിഷ്ണും കൂടിയിട്ട് താഴെ. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ദിവസമായ കാരണം മോർണിംഗ് നമ്മൾ ഉച്ചരിഞ്ഞ് എത്തിയതിന് ശേഷം രാത്രി നല്ല തണുപ്പായിരുന്നു. ഭയങ്കര ഫീലായി, ഭയങ്കര ഫീല് കിട്ടി. വിഷ്ണുവിന്റെ ഭാര്യയാണിത്, വാണി. എന്താ ചെയ്യാൻ
അപ്പം എല്ലാവരും റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൾറെഡി ഇവർക്കൊരു ഹോം സ്റ്റേക്കാർക്ക് ഇവർക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത്. അപ്പോൾ അവിടേക്ക് വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടുത്തെ വ്യൂ ആണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താ പറയുക, പോണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാനാണ് പ്ലാൻ. അതൊരു 40 കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും 1 അവറിന് മേലെ എടുക്കും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോണ്ടിയിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മൾ പൂണ്ടി എത്തിയിട്ടോ, എത്തി ജസ്റ്റ് അപ്പോഴേക്കും എന്താ പറയുക, ഈ റൂട്ട് ഉണ്ടല്ലോ, ഈ 40 കിലോമീറ്റേഴ്സ് അടിപൊളിയായിരുന്നു. നമ്മൾ പൂണ്ടിയിലെത്തിയ വേറൊരു വെറൈറ്റി നല്ലൊരു മൗണ്ടെയ്ൻസ് ഒക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്, അടിപൊളിയാണ്. അതിനാണ് ആൾക്കാർ കൂടുതലും പൂണ്ടിയിലേക്ക് വരണത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല രസമുള്ള മലകളും ഇതൊക്കെ ആയിട്ട്. പിന്നെ കുറേ ലേക്ക് ഉണ്ട്, കുഞ്ഞ് വാട്ടർഫോൾസ് ഉണ്ട്, ചെറിയ വാട്ടർഫോൾസും. അപ്പോൾ ഈ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. എന്താ പറയുന്നത്? അപ്പം രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാണ്. അജയ് നല്ല ഉറക്കാനും വന്നില്ല, കിടന്ന് ഉറങ്ങാണ്. നമ്മളെല്ലാവരും കൂടിയിട്ട് മോർണിംഗ് വാക്കിന് 2-3 റോഡുണ്ട് അവിടെ, നല്ല അടിപൊളി റോഡ്. അവിടേക്കൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വന്നു. അടിപൊളി വ്യൂ ആണ് ഇവിടെയൊക്കെ. കുഞ്ഞു ഇവിടെ വന്നേ, കുഞ്ഞു. ഇവിടെ നോക്കൂ, അച്ഛൻ നോക്കൂ. നോക്കി വാണി. മെല്ലെ 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 മെല്ലെ. എന്താ പറയുക, കൊടൈക്കനാൽ അവിടെ ടൗണിലേക്ക് വന്നു. അവിടെ സെൻറ്ററിൽ തന്നെയായിരുന്നു, മറ്റേ സെൻറ്ററിൽ തന്നെ നമ്മുടെ ലേക്ക് ഉണ്ടായിരുന്നു, കൊടൈക്കനാൽ ലേക്ക്. നല്ല വലിയ ലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വന്നു. പിന്നെ അതിൻ്റെ സൈഡിൽ 2 സൈഡിലായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയി. കുഞ്ഞ് സൈക്ലിംഗ് ഉണ്ടായിരുന്നു, 2 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു ടൈപ്പ് സൈക്കിള്. അപ്പോൾ അത് ഞാനിതുവരെയായിട്ട് ഇരുന്നിട്ടില്ലായിരുന്നു. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ കയറി കുറച്ച് കറങ്ങി, അടിപൊളിയായിരുന്നു. കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഈ ഷൂട്ടിംഗ്, ബലൂൺ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് വന്നേക്കാം.
Good. നീ പോയി കയറി പോ കയറി അടി വെച്ചോ ഇരുന്നിട്ടില്ല അങ്ങനെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പുതിയ സ്ഥലം നമ്മുടെ സെക്കൻഡ് സ്റ്റേ. സ്റ്റേ എത്തി. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞതാണ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. ഫുള്ള് സ്നോ മിസ്റ്റി ആയിട്ട് ഇങ്ങനെ ഇരിക്കണ ഇതാണ്. പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ മൗണ്ടെയ്ൻസ് ഒക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ ദൈവമേ ഞെട്ടിപ്പോയി, അത്രയും രസമായിരുന്നു, അത്രയും അടിപൊളിയായിരുന്നു. നല്ല രസമുള്ള പ്ലേസ് ആയിരുന്നു കേട്ടത്. അടിപൊളി വ്യൂ പോയിട്ടോ. അതെന്ത് ടൗൺ ആയിരിക്കോ? പഴനി ആണോ? അയാൾ പറഞ്ഞ പഴനി വ്യൂ പോയിന്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. ചിലപ്പോ കൊടൈക്കനാലിപ്പുറത്തല്ലേ അല്ലേ? അത് താഴ്വാര. ഇതായിരുന്നു അവിടുത്തെ നൈറ്റ് വ്യൂ. നമ്മുടെ പുതിയ സ്റ്റേയുടെ രാത്രി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഓപ്പോസിറ്റ് ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞാ ടൗണിൻ്റെ ഇതിൻ്റെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫയർ കത്തിച്ച് പുറത്ത് അവിടെ കുറേ നേരം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് സംസാരിച്ച് അങ്ങനെ ടൈം കുറേ സ്പെൻഡ് ചെയ്ത് അന്നത്തെ നൈറ്റ് അടിപൊളിയായിരുന്നു. നിങ്ങളെ വിളിച്ച് വരുത്തണ്ടായിരുന്നു ഞാൻ.